ജനുവരി മാസം 19-ാം തീയതി എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നാം ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായമാണ് ആധാരമായി എടുത്തിരിക്കുന്നത്. ദയവായി ഈ അധ്യായം നിങ്ങളെല്ലാവരും വായിച്ചു നോക്കണം. അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന ദൂതന്മാർ അവിടെ നിന്നും പോയത് ലോത്ത് വസിച്ച സോദോമിലേക്കാണ്. ലോത്തിൻ്റെ അടുക്കൽ വന്ന ദൂതന്മാരെ ലോത്ത് സൽക്കരിച്ചു. പക്ഷേ ലോത്ത് സൽക്കരിച്ചത് അബ്രഹാമിൻ്റെ മാതൃകയിലല്ല. സ്വയം കാൽ കഴുകി രാപാർപ്പിനെന്നാണ്, നിങ്ങൾ നിങ്ങളുടെ കാലുകൾ കഴുകി രാപാർപ്പിനെന്നാണ് പറഞ്ഞത്. അബ്രഹാം അങ്ങനെയല്ല. അബ്രഹാം വെള്ളം കൊണ്ട് നമ്മുടെ കാല് കഴുകുകയാണ് ചെയ്തത്. അബ്രഹാമും ലോത്തും തമ്മിൽ അത്രത്തോളം വ്യത്യാസമുണ്ട്. എന്താണ് ലോത്ത് അതികൾക്ക് കൊടുത്തതെന്നും അറിയില്ല. അവനെ കാളയെ എടുത്തോ ഇല്ലയോ ഇതൊന്നും നമുക്കറിയില്ല. അതൊന്നും പറഞ്ഞിട്ടില്ല. സൽക്കാരം ചെയ്തു എന്നേ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും അബ്രഹാം ചെയ്തതുപോലെ ഒരു സൽക്കാരം ലോത്ത് ചെയ്ത് കാണാൻ സാധ്യതയില്ല. ദൈവസന്നിധിയിലെത്തിയതായിരിക്കുന്ന സോദോമിൻ്റെ കരച്ചിലിൻ്റെ യാഥാർത്ഥ്യം കണ്ടറിയാനാണ് ഈ ദൂതന്മാർ വന്നത്. അതായത് സോദോമിലെ ഒരുപാട് ആളുകൾ കരയുന്നുണ്ട്. കാരണം അവരെ എല്ലാം അബ്യൂസ് ചെയ്യുകയാണല്ലോ, കുഞ്ഞുങ്ങളെ അബ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അത് സത്യമോ? ദൈവത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ദൈവം തീരുമാനം എടുക്കുന്നതല്ല. സർവജ്ഞാനിയായ ദൈവമാണെങ്കിൽ പോലും ദൈവം നേരിൽ വന്ന കാര്യങ്ങൾ വെരിഫൈ ചെയ്യും. ആദവും പാപം ചെയ്തപ്പോൾ ദൈവം അങ്ങനെയാണല്ലോ. സ്വർഗത്തിൽ നിന്ന് ദൈവം കണ്ടു, പാപം ചെയ്തു എന്നാൽ നശിപ്പിച്ചേക്കാം. അങ്ങനല്ല. ആദമേ നീ എവിടെയെന്ന് ചോദിച്ചു. ആദം ഒളിച്ചിരിക്കുക എന്നറിയാമായിരുന്നു. ആദം പഴം പറിച്ച് തിന്നു എന്നും അറിയാമായിരുന്നു. എന്നിട്ടും ദൈവം ചോദിച്ചു, ഞാൻ നിന്നോട് കൽപ്പിച്ച തിന്നരുതെന്ന് പറഞ്ഞ് കഴിഞ്ഞ് തിന്നോ എന്ന്. ദൈവം ഒരു FIR തയ്യാറാക്കേണ്ട നിലയിൽ തന്നെ തയ്യാറാക്കും. സോദോമിലേക്ക് ദൈവം വന്നു. ദൈവം ലോത്തിൻ്റെ അടുക്കൽ വന്നു, ലോത്തിൻ്റെ വീട്ടിൽ വന്നു. എന്നാൽ നമുക്കറിയാം സങ്കടകരമായിരിക്കുന്ന കാര്യം, ഈ ദൂതന്മാർ ലോത്തിൻ്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സോദോമിലുള്ളതായിരിക്കുന്ന ആളുകൾ അവർ കുഞ്ഞുങ്ങളടക്കം വന്നെന്നാണ് പറഞ്ഞത്. ബാലന്മാരടക്കം അങ്ങനെ വന്നത്. അവരെല്ലാവരും ഇവിടെ വന്നു. സ്വർഗ്ഗഭോഗത്തിനാണ്. നിൻ്റെ അടുക്കൽ വന്ന പുരുഷന്മാരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക, ഞങ്ങളവരെ ഭോഗിക്കട്ടെ എന്നാണ് പറഞ്ഞത്. എന്തോ ഒരു ഭയങ്കര പാപമാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഇന്നതൊക്കെ ഫാഷനബിളായി. ഇന്ന് പുരുഷനെ കല്യാണം കഴിച്ചൊക്കെ ജീവിക്കുന്ന കാലമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, തിന്മയെ നന്മയാക്കാനായി ശ്രമിക്കരുത്. തിന്മയെ നന്മയാക്കാനായിട്ട് ശ്രമിച്ചാൽ തിന്മ നന്മയാവില്ല. തിന്മയായിട്ട് തന്നെ ഇരിക്കും. അബ്രഹാമിനുള്ള ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമായിട്ടാണ് ലോത്തിൻ്റെ കുടുംബത്തെ ദൈവം രക്ഷിച്ചത്. ലോത്തിനോടുള്ള കരുണയുടെ ഭാഗമല്ല, അബ്രഹാമിനുള്ള കരുണയാണ്. കാരണം ലോത്ത് കുടുംബം നശിച്ചു പോയാൽ അതിലേറ്റവും ദുഃഖിക്കുന്നൊരു വ്യക്തി അബ്രഹാം തന്നെയായിരിക്കും. കാരണം തൻ്റെ കൂടെ ഇറങ്ങി വന്നതായിരിക്കുന്ന ഒരാളല്ലേ. അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ ഓർത്തു എന്നാണ്. സോദോമിനെ നശിപ്പിക്കുന്ന സമയത്ത് ലോത്തിൻ്റെ മക്കളുടെ ദൈവം പറഞ്ഞു, ലോത്തിൻ്റെ വീട്ടിൽ പറഞ്ഞു, നിൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. നിനക്കിവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മരുമക്കളോ വേറെ ആരെങ്കിലുമോ ഈ സോദോമിലുണ്ടെങ്കിൽ അവരെ വിളിക്കാൻ പറഞ്ഞു. ലോത്ത് രാത്രി എഴുന്നേറ്റ് മരുമക്കളുടെ വീട്ടിൽ ചെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് തമാശയായിട്ട് തോന്നി. അവർ ചിരിച്ച് കളിച്ച് ലോത്തിനെ പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞ് ഇത് ആകാശത്തുനിന്നും തീ ഇറങ്ങി വീഴാൻ പോകാമെന്ന് കേട്ടില്ലേ അപ്പൂപ്പൻ്റെ വല്യപ്പൻ്റെ പറച്ചിൽ, ഓടൂ എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിട്ടു. ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, നീയും നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ കൂടി രക്ഷപ്പെടാൻ നോക്കിയില്ല, മലവരെയൊന്നും ഓടാൻ നോക്കിയില്ലെന്ന് ദൈവം പറഞ്ഞു. ഈ മലവരെ പോകാമെന്ന് പറഞ്ഞു. ആ മലവരെ പോകാൻ പറഞ്ഞു. അങ്ങനെ പോയി. ദൈവം ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, തിരിഞ്ഞ് നോക്കരുത്. നിങ്ങൾക്ക് തൊട്ടു പുറകിൽ സ്വർഗത്തിൽ നിന്നും സൾഫർ വീണുകൊണ്ട് അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞ് നോക്കരുത്. തിരിഞ്ഞ് നോക്കിയാൽ ആപത്താന്ന് പറഞ്ഞു. കൈക്ക് പിടിച്ചവരെ വലിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. നിർദ്ദേശിച്ച പർവ്വതത്തിലേക്ക് മുഴുവൻ കുടുംബവും ഓടി രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ ലോത്തിൻ്റെ ഭാര്യ കത്തുന്ന സോദോമിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അല്ലേ, അവൾക്കത് ചിന്തിക്കാൻ വയ്യ. കാരണം അവളുടെ എത്ര വർഷമായി അവരങ്ങോട്ട് പോയെന്നറിയില്ല. ആ വർഷങ്ങളിലെല്ലാം അവരുടെ സമ്പാദ്യം അവിടെയാണ്. അവരുടെ ആടുകളും അവരുടെ മാടുകളും അവരുടെ പണിത വീടും അതിലെ സ്വർണവും അല്ല വെള്ളിയും എല്ലാമാണ്. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് അത് സഹിക്കാൻ കഴിയില്ല. ഒന്നേ നോക്കിയുള്ളൂ. നോക്കരുതെന്ന് പറഞ്ഞിടത്ത് നീ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അതാണ് നോക്കരുതെന്ന് ദൈവം പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ടെന്ന് അർത്ഥം. ദൈവം പറഞ്ഞതിനപ്പുറത്തൊരു കാര്യവുമില്ല. ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. എന്താ സംഭവിക്കുന്നത്? ആകാശത്തു നിന്ന് വീഴുന്നതായിരിക്കുന്ന ഗന്ധകം അവളെ പൊതിഞ്ഞു. അത് കത്തി ഒരു ഉപ്പ് തൂണായിട്ട്, എന്ന് പറയാൻ നമ്മൾ കഴിക്കുന്ന ഉപ്പ് തൂണെന്നല്ല, സോൾട്ട്, മിനറൽ സോൾട്ടായിട്ട് അവളങ്ങ് മാറി. അവിടെ നിൽക്കുന്നു. എത്ര സങ്കടമായ കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നു അത് ഭയങ്കരമായിരിക്കുന്നൊരു സംഭവമാണ്.
ലോകത്തിൻ്റെ ഭാര്യ എന്നും ചരിത്രത്തിൽ അനുസരണക്കേടിൻ്റെ ദൈവം പറഞ്ഞതിന് വിപരീതമായി പ്രവർത്തിച്ച ഒരാൾക്ക് വരുന്നതായിരിക്കുന്ന ആപത്തിൻ്റെ ഒരു സൂചകമായിട്ട് അവിടെ നിൽക്കുന്നു. ഞാൻ പറയാം, എന്തുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയത്? ദൈവത്തെ അനുസരിക്കരുത്, ദൈവത്തോടൊരു അനുസരണക്കേട് കാണിക്കണമെന്നുള്ളതായിരിക്കുന്ന മനഃപൂർവ്വമായിരിക്കുന്ന തീരുമാനം കൊണ്ടാണോ? അങ്ങനെയൊന്നുമല്ല. അവൾ ലോകത്തെ സ്നേഹിച്ചു. സോദോമിനെ അവർ സ്നേഹിച്ചു. അവളുടെ ഹൃദയം നിറയെ സോദോമിൻ്റെ സമ്പത്തായിരുന്നു. അത് വിട്ട് ഓടാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതെ, എബ്രായ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, വിട്ടുപോകുന്നതിനെ വിചാരിച്ചിരുന്നു നമുക്ക് തിരിച്ചു പോകുവാൻ. ലോകത്തിൻ്റെ ഭാര്യ തിരിച്ചു പോയേനും പോകാൻ കഴിയാത്ത എന്താണെന്ന് ചോദിച്ചാൽ പുറകെ തീയാണ്. അതുപോലെ എങ്ങനെയാണ് പോകുന്നത്? പിന്നെ അവൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ആ തല ഇങ്ങോട്ടൊന്ന് വെട്ടിച്ച് നോക്കാമായിരുന്നു. അതവൾ ചെയ്തു. അതവൾക്ക് ആപത്തായി തീർന്നു. സോദോമിന് അവളുടെ മേലുണ്ടായിരുന്ന സ്വാധീനത്തെയാണത് കാണിക്കുന്നത്. സോദോമിന് അവളുടെ മേലുണ്ടായിരുന്ന സ്വാധീനം. അവളുടെ 2 പെൺമക്കൾ സോദോമിലെ പുരുഷന്മാരെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ഈ അമ്മയുടെ സ്വാധീനം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മക്കളുമാരെ പോയി സോദോമിൻ്റെ പൗരന്മാരായിട്ട് നമുക്ക് ജീവിക്കണം. ഇവിടെ നമ്മൾ കല്യാണം കഴിച്ചെങ്കിലേ നമുക്കിവിടെ നമ്മുടെ റൂട്ട്, നമ്മുടെ വേരുറപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വേരുറപ്പിച്ചു. പക്ഷേ നമുക്കറിയാം അതിൻ്റെ ആപത്ത് എത്ര ഭയങ്കരമാണ്. ഇന്ന് ജീവിക്കുന്ന നമുക്കും അതൊരു മുന്നറിയിപ്പാണ് കേട്ടോ. അരുതാത്ത തിരിഞ്ഞു നോട്ടങ്ങൾ നാം ഒഴിവാക്കണം. ദൈവം മുന്നോട്ടെന്ന് പറഞ്ഞാൽ മുന്നോട്ടേ പോകാം, പുറമോട്ട് പോകരുത്. ഓടിപ്പോകാനാണ് പറഞ്ഞത്, ഓടിപ്പോകാനാണ് പറഞ്ഞത്. അതെ, മുന്നിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ലക്ഷ്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവനാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ച് പൗലോസ് പറഞ്ഞ പോലെ പിന്നിലുള്ളത് ഞാൻ മറന്ന് മുന്നിലുള്ളതിന് വേണ്ടി ആഞ്ഞുകൊണ്ട് ഓടുന്ന ഒരു ഓട്ടമാണ് വേണ്ടത്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഭാര്യ നമ്മളെ ഓർപ്പിക്കുന്നത് എന്താണ്? ദൈവം തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കരുത്. വിട്ടുപോകുന്നതിനെ നാം എന്നേക്കുമായി വിട്ടുപോകണം. ഇംഗ്ലീഷിൽ ബേൺ ദ ബ്രിഡ്ജ് എന്നൊരു പ്രയോഗമുണ്ട്. അന്ന് യുദ്ധങ്ങളുണ്ടാകുമ്പോൾ രാജാക്കന്മാർ മറുരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പലപ്പോഴും നദിക്ക് കുറുകെ പാലങ്ങൾ കെട്ടും. അവർ പാലങ്ങൾ കെട്ടി പട്ടാളം മറ്റേ നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ രാജാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? സൈന്യാധിപൻ രാജാവ് എന്ത് ചെയ്യും? പണിതായിരിക്കുന്ന പാലം അവരെ കത്തിച്ച് കളയും. ബേൺ ദ ബ്രിഡ്ജ്. എന്തുകൊണ്ടാണ്? അവിടെ യുദ്ധം മുറുകുമ്പോൾ പട്ടാളം തിരിച്ചോടാതിരിക്കാൻ. യുദ്ധം മുറുകിയാൽ, അല്ലെങ്കിൽ പട്ടാളം പാലം അവിടെ ഉണ്ടെങ്കിൽ യുദ്ധം മുറുകുമ്പോൾ പട്ടാളം തിരിച്ചോടി ചിലപ്പോൾ രക്ഷപ്പെടും. വേണ്ട, നീ യുദ്ധക്കളത്തിൽ പോയാൽ നീ അവിടെ യുദ്ധം ചെയ്യണം. ഒന്നീ ജയിക്കുക അല്ലേ മരിക്കുക. നീ മരിക്കാൻ വേണ്ടിയല്ല യുദ്ധം ചെയ്യുന്നത്, ജയിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ യുദ്ധം ചെയ്തോ. നിൻ്റെ ജീവൻ്റെ പ്രശ്നമാകുമ്പോൾ, അങ്ങനെ സോദോം ഗൊമോറയിൽ നിന്ന് ഓടിയപ്പോൾ അത് ജീവൻ്റെ പ്രശ്നമാണെന്ന് ലോകത്തിൻ്റെ ഭാര്യ ഒരുപക്ഷെ മനസ്സിലാക്കിയില്ല. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ഓട്ടം ജീവൻ്റെ പ്രശ്നമാണ്, തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ഉപ്പുതൂണായി പോകും, ഞാൻ നശിച്ചു പോകും, കത്തി നശിച്ചു പോകും എന്നവൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം പറഞ്ഞ വാക്ക്, ദൈവത്തിൻ്റെ ദൂതന്മാർ അരുളി ചെയ്ത വാക്ക് അവൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവൾ തിരിഞ്ഞു നോക്കില്ലായിരുന്നു. അതുകൊണ്ട് അവിശ്വാസത്തിൻ്റെ നോട്ടമായിരുന്നു ലോകത്തിൻ്റെ ഭാര്യയുടെ നോട്ടം. മറുതലിപ്പിൻ്റെ നോട്ടമായിരുന്നു ലോകത്തിൻ്റെ ഭാര്യയുടെ നോട്ടമെന്ന് പറയുന്നത്. ലോകസ്നേഹത്തിൻ്റെ നോട്ടമായിരുന്നു ലോകത്തിൻ്റെ ഭാര്യയുടെ നോട്ടം. അതെല്ലാം അവൾക്ക് ആപത്തായി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവിശ്വാസത്തിൻ്റെ നോട്ടവും ലോകസ്നേഹത്തിൻ്റെ നോട്ടവും മറുതലിപ്പിൻ്റെ നോട്ടവും നമുക്ക് വേണ്ട. ദൈവം മുന്നോട്ട് നോക്കി പോകാൻ പറഞ്ഞാൽ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട്, കാൽവറി ക്രൂശിനെ മാത്രം നോക്കിക്കൊണ്ട് മുൻപോട്ട് പോയി ലക്ഷ്യത്തിലെത്തുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ.